ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം സുഹൃത്തുക്കളെ. നമുക്കൊരു ബക്രീദ് സ്പെഷ്യൽ മട്ടൻ ചോപ്സ് ബിരിയാണി ഉണ്ടാക്കാം. ഓക്കെ ആണോ നിങ്ങൾ? നോക്കി, മട്ടൻ ചോപ്സ് വേവിച്ചെടുക്കാൻ പോവാണ്. ഞങ്ങൾ വെള്ളം ഒഴിക്കുവാണ്. ഒരല്പം വെള്ളം മതി. ആ മട്ട ഇടാം. ഓക്കെ, ചേർക്കാൻ പോവാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു 5 ഗ്രാം മഞ്ഞൾപ്പൊടി, ഒരു 2-3 ഗ്രാം ചില്ലി പൗഡർ, ഒരു സ്പൂൺ ഉപ്പ്, ഒരു 5 ഗ്രാം ഉപ്പിടുന്നു. ഒരു സ്പൂൺ നമ്മൾ തൈര് ഒഴിക്കുന്നു. അതിൻ്റെ അറിയാം മട്ടൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഒരു സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. ഒരു ഒന്നര സ്പൂൺ. അല്പം നമ്മുടെ ഗരം മസാല പൗഡർ ശകലം ബ്ലാക്ക് പെപ്പർ പൗഡർ, ഒരു 2-3 ഗ്രാം നമ്മുടെ മല്ലിപ്പൊടി ഇടും. അപ്പോൾ നമ്മുടെ മട്ടൺ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ കൂട്ടുകാർ, നമ്മുടെ മട്ടൺ അങ്ങനെ വെന്തിരിക്കുകയാണ്. വെന്ത മട്ടൺ അങ്ങനെ കുക്കർ അങ്ങോട്ട് ഇറക്കി വയ്ക്കുകയാണ്. ആ സമയത്ത് നമുക്ക് കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. സവാള വെച്ച് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കിയാണ് മാറ്റുവാണേ. നമ്മൾ അടുത്തായിട്ട് ബിരിയാണിക്ക് ആവശ്യം ഒരു മസാല ഉണ്ടാക്കാം. ഗരം മസാല ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നോക്കി ചതച്ച ഇഞ്ചിയും പച്ചമുളകും, നല്ല വെളുത്തുള്ളിയാണ്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു 2 പീസ് ബേരിപ്പിട്ട്, അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നല്ല സെറ്റായിരിക്കുകയാണ്, നല്ല മൂത്തിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സവാള ഇടാൻ പോകണം. ഒരു 2 പീസ് വലിയ സവാള, 2 പീസ് വലിയ സവാള ഉണ്ട്. 1/2 കിലോ നമ്മുടെ മട്ടനാണ് വാങ്ങി. 1/2 കിലോ മട്ടൺ. ഒരു 300 ഗ്രാം നമ്മുടെ സവാള ഉണ്ട്. 300 ഗ്രാം സവാള. അതിനൊരു 5 ഗ്രാം നമ്മുടെ ഉപ്പിടുവാണ് സവാളയിലേക്ക്. നല്ല വാടി വന്നിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഒരു 5 ഗ്രാം മഞ്ഞൾപ്പൊടി ഇടും. 5 ഗ്രാം മഞ്ഞൾപ്പൊടി ഉണ്ട്. ഒരു 2 ഗ്രാം മുളക് പൊടി, 2 ഗ്രാം മുളക് പൊടി, ഒരു 5 ഗ്രാം മല്ലിപ്പൊടി. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നല്ല സൈസ് ചെയ്യുന്ന തക്കാളിക്കാണ്. 2 തക്കാളിക്കുണ്ട് കേട്ടോ. ഒരു 150 ഗ്രാം കാണും. അപ്പോൾ നമ്മൾ ആ മസാല അങ്ങനെ ഏകദേശം നല്ല സെറ്റായിരിക്കണം. അതിനകത്ത് ഒരു സ്പൂൺ നല്ല കട്ട തൈര് ഒഴിക്കുകയാണ്. ആ സമയത്ത് ഒരു ശകലം ഗരം മസാല പൗഡർ എടുക്കുക. ഗരം മസാല പൗഡർ. ഇതൊരു ശകലം മല്ലിയില, അതുപോലെ തന്നെ നമ്മുടെ പുതിനയില, മല്ലിയില ചേർത്ത് പുതിന ചേർത്ത് ഒന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ മസാല നല്ല റെഡി ആയിരിക്കാം. നല്ല വെന്ത മട്ടൺ മസാല നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മട്ടൻ്റെ വെള്ളം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലാം ചോപ്സ് ബിരിയാണി എങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മസാല റെഡി, മട്ടൻ മസാല എല്ലാം റെഡി. ഇനി നമ്മൾ അടുത്ത ചെയ്യുമ്പോൾ നമ്മുടെ റൈസ് വേവിച്ചെടുക്കാം, ദം ചെയ്തെടുക്കാം. റൈസ് നമുക്കൊന്ന് എടുക്കാം.
അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മുടെ ആ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു 20 മില്ലി നമ്മുടെ എണ്ണ ഒഴിക്കുന്നു. 20 മില്ലി എണ്ണയുണ്ട്. ഒരു 30 മില്ലി നമ്മുടെ നെയ്യ് ഒഴിക്കുകയാണ്. 30 മില്ലി നെയ്യ് ഒഴിച്ച്, നല്ല നെയ്യാണ്. 30 മില്ലി നെയ്യുണ്ട്. നല്ലോണം നല്ല മൂത്തൊഴിക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നോക്കി ഒരു ശകലം നമ്മുടെ ആ ഗരം മസാല വേണേ. ഗരം മസാല ഇട്ടു. ശകലം കിസ്മിസും ശകലം ആ കാഷ്യൂട്ട് കാഷ്യൂട്ട്. പിന്നെ നമ്മുടെ റൈസ് ഒരു 3/4 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ടാണ് കേട്ടോ. വെള്ളത്തിലിട്ട് നല്ല വെച്ചിരിക്കുകയാണ്, നല്ല കൂർത്ത് വെച്ചിരിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ വെള്ളം ഒഴിക്കുന്നു. നമ്മുടെ ഉപ്പിടുവാണ്. ഒരു സ്വല്പം നമ്മുടെ ആ മല്ലിയില, ഒരു ശകലം നമ്മുടെ ആ പുതിനയില, ഒരു മിൻറ്റും കൊറിയാണ്ടർ. അപ്പോൾ നമുക്ക് നല്ല വെട്ടി മറിഞ്ഞിരുന്ന ആ വെള്ളത്തോട് നമ്മുടെ ആ കുതിർത്ത റൈസ് ഒന്ന് ഇടുവാണ്. ഇത് ഒരു 1/2 കിലോളം ഉണ്ട് മൊത്തം, ഏകദേശം കേട്ടോ. 1/2 കിലോ റൈസ് ഉണ്ട്. കൂട്ടുകാരെ, നമ്മുടെ ആ മട്ടൻ്റെ ചോപ്സൊക്കെ നല്ല സെറ്റായിരിക്കുകയാണ്, നല്ല വെന്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ റൈസ് നല്ല കുക്കായിരിക്കണം. നമുക്കൊരു ദമ്മടിക്കാം. ഒരു സ്വല്പം നെയ്യ് ഒഴിക്കുകയാണ്. ഒരു 5 ഗ്രാം നെയ്യുണ്ട് കേട്ടോ. നെയ്യൊന്ന് ചൂടായിട്ട് വരട്ടെ. നെയ്യ് നല്ല ഉരുകി ഒന്നിക്കുകയാണ്. കൂട്ടുകാരെ, നമ്മുടെ ആ മട്ടൺ ചോപ്സ് ബിരിയാണി നല്ല സെറ്റായിരിക്കുകയാണ്. നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം. സൂപ്പർ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും കാണുക. അടുത്തൊരു വീഡിയോ എത്തുമ്പോൾ വണക്കം.